ഹായ്, അപ്സരയുടെ ഇന്റർവ്യൂ കാണാനിടയായി. വാസ്തവത്തിൽ അപ്സരയ്ക്ക് ഒരു കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല, തൻ്റെ മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത്. അതൊരു തിരിച്ചടിയാണ് കേട്ടോ. നമ്മളുടെ മിസ്റ്റേക്ക് അറിയാതെ നമ്മളിങ്ങനെ പകച്ച് പണ്ടാരമായിട്ടിരിക്കുന്നത്, കൂടെ നിൽക്കുന്നവരൊക്കെ പുകഴ്ത്തി പാടുകയും കാര്യങ്ങൾ പറഞ്ഞു തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കൊരു കാര്യം അപ്സരയോട് പറയാനുണ്ട്. നിങ്ങൾ ഭയങ്കര നോൺസെൻസ് ആയിരുന്നു. ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള നിങ്ങളുടെ അരഗൻസ് കൊണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് വന്നത്. കുത്തിത്തിരിപ്പ് റാണിയാണ് നിങ്ങൾ, ഫസ്റ്റ് ക്ലാസ് കുത്തിത്തിരിപ്പ്. ഇവർ പുറത്തേക്ക് വന്നതിൻ്റെ കാരണം അഖിൽ മാരാറിനെതിരെ ഇവരുടെ ഹസ്ബൻഡ് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്നൊരു ചോദ്യം ആങ്കർ ചോദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത് അട്ടർ നോൺസെൻസ് ചോദ്യമാണ്. അതുകൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് ജനങ്ങൾ അഖിൽ മാരാറിന് വേണ്ടിയിട്ട് ഇവർ കോട്ടിട്ടു, ഇവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അഖിൽ മാരാറെ അല്ല അവളുടെ പുറത്താക്കലിൻ്റെ കാരണം. അവളുടെ പുറത്താക്കലിന് കാരണം അൻസിബയുടെ ഫോളോവേഴ്സും അൻസിബയെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുമാണ്. അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞുതരാം. അൻസിബ പവർ റൂമിലേക്ക് കയറുന്നു, സൂപ്പറായി പെർഫോം ചെയ്യുന്നു. അതങ്ങനെ മിണ്ടാതിരുന്നെങ്കിൽ അത് സൂപ്പർ താരമാണെന്ന് മനസ്സിലാക്കി തരാൻ പവർ റൂം ഉപകരിച്ചു. ആ സമയത്ത് ആ ഒരു ടാസ്ക് നശിപ്പിക്കുന്ന രീതിയിൽ കിടന്ന പെർഫോമൻസ് കാണിച്ച് ഈ സായിയുടെ വാക്ക് കേട്ട് ഇവർ രണ്ടുപേരും തുള്ളിക്കളിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇവളും നന്ദനയും പുറത്തേക്ക് വന്നത്. സായി എന്ന ക്രൂക്കഡായ ക്രിമിനലിൻ്റെ വാക്ക് കേൾക്കാൻ പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ രണ്ട് പെൺകുട്ടികൾക്കും അവരുടെ അവസരം നിഷേധിക്കപ്പെട്ടത്. രണ്ടുപേർക്കും സീസൺ, അതായത് ടോപ്പ് 5 വരെ പോകാനുള്ള കഴിവുള്ളവർ തന്നെയായിരുന്നു. നന്ദനയായാലും ശരി, അപ്സരയായാലും ശരി. അറ്റ്ലീസ്റ്റ് ആ മണി ബാഗെങ്കിലും എടുത്തുകൊണ്ട് വരാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വസ്തുത. അവർക്ക് താളം തെറ്റിയത് സായിയുടെ വാക്ക് കേട്ടുകൊണ്ട് ആ പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിനകത്ത് കാണിച്ച പേക്കൂത്തുകൾ, അതിൽ ഋഷിയെ വേദനിപ്പിച്ച രീതി, ഋഷിയെയും അൻസിബയെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് അവർ രണ്ടുപേരെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ച രീതി, തുടർന്നും ആ ഒരു വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും ആക്ട് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു അപകടം വന്നിട്ടുള്ളത്. അല്ലാതെ വേറൊന്നുമല്ല. അവൾ ചെയ്ത കുത്തിത്തിരിപ്പിൻ്റെ ഡെപ്ത് എന്താണെന്ന് അവൾ ഇരുന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതൊന്നും അവൾ കാണുന്നില്ല, കണ്ടിട്ടുമില്ലെന്നാണ് പറയുന്നത്. ജിൻഡോയെ പറ്റി വളരെ മോശമായിട്ട് പറയുന്നു. ജിൻഡോ ഭയങ്കര മോശം സാധനമാണെന്ന് പറയുന്നു. ഡബിൾ സ്റ്റാൻഡ് മേഡം ജിൻഡോയെ പറ്റി പുകഴ്ത്തി പറയുന്ന ഒരു സാധനമുണ്ട്, അതൊന്ന് കേൾക്കാം. ഭയങ്കര മോശം രീതിയിൽ കമന്റ്സ് വരിക, മോശം രീതിയിൽ നമുക്കെതിരെ പ്രതികരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ജിൻഡോ എന്നൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ ഒരു നെഗറ്റീവ് പറഞ്ഞ്, ജിൻഡോ എന്ന വ്യക്തിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്. ജിൻഡോ എന്ന വ്യക്തി നല്ല വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ അവിടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുറത്തിറങ്ങിയ ശേഷം ജിൻഡോ ചേട്ടൻ എനിക്കൊരു ആവശ്യമുണ്ട്, ജിൻഡോ ചേട്ടാ എന്നെ ഏറ്റവും ബേബി ജിൻഡോ ചേട്ടൻ സഹായിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വ്യക്തിപരമായി നല്ല വ്യക്തി. പക്ഷെ അദ്ദേഹം കാണിക്കുന്ന പ്രവൃത്തികള് അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അയാൾ സംസാരിക്കുന്ന രീതി, ഇപ്പൊ അദ്ദേഹം ഇടപെടുന്ന രീതി, ഇതിൽ തന്നെയുണ്ട് ആ കള്ളത്തരത്തിന്റെ ഡെപ്ത്. അതായത് ഇവൾ പറയുന്നത് കണക്കൊന്നും തന്നെ അല്ല. ആക്ച്വലി ആ മനുഷ്യൻ നല്ലൊരു വ്യക്തിയാണെന്ന് അവൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി അയാളെ ഇകഴ്ത്തി കെട്ടുക എന്നുള്ളൊരു ടേമാണ് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ജാസ്മിനെ പറ്റി ആദ്യമൊക്കെ കിറുക്കിറുപ്പിറുപ്പ് പറഞ്ഞ ആൾ ഗ്രാജുവലി ജാസ്മിൻ്റെ ഭാഗത്താണ് കൂടുതൽ വ്യൂ, അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഭാഗത്താണ് ക്രൂ മെമ്പേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവൾക്ക് വേണ്ടി സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു സിനാരിയോ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ പെൺകൊച്ചിനെ പുറത്തേക്ക് കൊണ്ടുവിട്ടത്. അരഗൻസ് ഒന്നാണ്, അഹങ്കാരം. താൻ എന്തോ സംഭവമാണ്, ഐ എം ആൻ ആക്ട്രസ്, ഐ എം സംതിങ്, ഐ എം കഴിവുള്ള കുട്ടിയാണ്, തർക്കമില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ ഇൻ്റർവ്യൂയുടെ അവസാന ഘട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, കണ്ണൻ്റെ കാര്യം, അതായത് എക്സ് ഹസ്ബൻഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമ്മളൊരു ഷോയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. പാസ്റ്റ് അവിടെ പറയേണ്ട കാര്യം പോലുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയില്ല, ഐ എം കംഫർട്ട്. അതിനപ്പുറം ആ വ്യക്തി കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി ആൻസറബിൾ ആണ്. ആ വ്യക്തി മൈക്ക് എടുക്കും. പ്രത്യേകിച്ച് നിങ്ങളോട് വൈരാഗ്യമുള്ള വ്യക്തി 100% മൈക്ക് എടുക്കും, കാര്യങ്ങൾ പറയും. അപ്പോൾ അങ്ങനെ ഒരു പ്രൊവോക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ധാർമ്മികത നിങ്ങൾ കാണിക്കുക. അത് നോറയും ചെയ്തു, അപ്സരയും ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ് ഹസ്ബൻഡിനെ പറ്റി അവിടെ പറയേണ്ട കാര്യം എന്താ? അത് എക്സ് അല്ലേ. എക്സ് നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ ഒരു പ്രസൻറ്റ് ഷോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. പ്രത്യേകിച്ച് അയാൾ ആ പുറത്തുണ്ട്, അയാൾ മൈക്ക് എടുക്കുന്ന രീതിയിലാണുള്ളത് എന്നുണ്ടെങ്കിൽ തീർത്തും പറയാതിരിക്കുക. കാരണം നമ്മൾ അങ്ങോട്ട് ഒരു ഉണ്ടയിട്ട് കൊടുക്കുമ്പോൾ അവിടുന്ന് വലിയ ബോംബ് ഇങ്ങോട്ട് ഇട്ട് തരും. അപ്പം അതാണ് കാര്യം. പിന്നെ ഇവർക്ക് എല്ലാവർക്കുടെയും കൺസെപ്റ്റും ഐഡിയ ഒക്കെ വീട് എന്നൊരു ഇതിലാണ് പോയത്. അപ്പോൾ കുറേ അധികം ജെന്യുവിനായി നിൽക്കാൻ ശ്രമിക്കണമായിരുന്നു.
ജെന്യുവിനിറ്റിക്കാണ് അവിടെ കൂടുതൽ വോട്ട് വീഴുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുത്തിത്തിരിപ്പിൻ്റെ ആശാട്ടിയമ്മയായിരുന്നു ഇത്. കുത്തിത്തിരിപ്പ്, വിഘടനവാദം, അവിടെ ഒരുപാട് സ്വജനപക്ഷപാതം, അങ്ങനെ തുടങ്ങി ഇഷ്ടംമാതിരിയുള്ള സാധനങ്ങളിലൊക്കെ വ്യാപൃതയായി കുലംകുശിതമായി സായിക്കൊപ്പം നിന്നുകൊണ്ട് സായി ഇനി പുറത്ത് വന്നാൽ വലിയൊരു സിനിമയെടുത്ത് അതിലെ നായികയാക്കുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കാണിച്ച അവസരവാദിയായിട്ടാണ് അപ്സര എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ അപ്സരയ്ക്ക് ഇത്തരത്തിലുള്ളൊരു അവകാശ നിഷേധം നടന്നിട്ടുള്ളത്. അവകാശ നിഷേധം എന്ന് തന്നെ ഞാൻ പറയും. കാരണം നല്ലൊരു ആക്ട്രസ് ആണ്, അത്യാവശ്യം നന്നായി പ്ലേ ചെയ്തു. സിബിൻ വരുന്നിടം വരെ ഇവളുടെ കുത്തിത്തിരിപ്പ് നമുക്ക് മനസ്സിലാവുന്നതും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് സിബിൻ്റെ കൂടെ അവൾ കാണിച്ച ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് ഒരാളുടെ നാശത്തിൽ ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വൈകല്യങ്ങളിലൊന്നാണ്. ഒരാൾ നശിച്ചു കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ അത് ഭീകരമായൊരു വൈകല്യമാണ്. ഒരു കാരണവശാലും നമ്മുടെ ശത്രു പോലും അല്ലാത്തൊരു വ്യക്തിയാണ് അതെങ്കിൽ കുറച്ചുകൂടെ ഭീകരമാണ് ആ ഒരു കാര്യം. സിബിനെയൊക്കെ ആരെങ്കിലും വഴക്ക് പറയുകയോ മോശം പറയുകയൊക്കെ ചെയ്യുമ്പോൾ കൈതട്ടുക, ചിരിക്കുക, അതേപോലുള്ള കുറേ ആക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതായത് അൻസിബയോട് പിന്നെ ബിഗ് ബോസ് വിലക്കുന്ന സമയത്തും കൈതട്ടി പറയുകയാണ് തങ്ങളുടെ കുറ്റം എത്രയാണെന്നും അതിൻ്റെ വ്യാപ്തി എന്താണെന്നും ഒരു സാമാന്യ ബോധമുള്ളവർക്ക് അൻസിബ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഇവർ കാണിച്ചത് ആ ടാസ്ക് തന്നെ നശിപ്പിച്ചുകൊണ്ട്, ആ ഒരു സെഗ്മെൻറ്റെ നശിപ്പിച്ചുകൊണ്ട് വൃത്തികേടിൻ്റെ പര്യായമായിട്ടാണ് ഇവരുണ്ടായിരുന്നത്. അൻസിബയുടെ ഇൻ്റർവ്യൂടെ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാവുള്ളൂ. ഇവരുടെ പിച്ചാത്തി കാര്യങ്ങൾ, സാധനങ്ങളൊക്കെ കള്ളി മോട്ടിച്ചുകൊണ്ട് പോവുകയാണ്. ആർക്ക് വേണ്ടിയാണ് അവൾ കുക്ക് ചെയ്യുന്നത്? അതായത് ഓണേഴ്സ് തന്നെ വന്ന് കുക്കിംഗ് സെക്ഷനിൽ വരികയാണ്. കുക്ക് ചെയ്ത് സെർവ് ചെയ്ത് ടാസ്ക് വിജയിപ്പിക്കുന്നതിന് പകരം അതിലൊരു തിരുത്തൽവാദം കൊണ്ടുവന്ന് അത് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അവരുപയോഗിക്കേണ്ട ആ സാധനങ്ങൾ കൂടെ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്തിനാണ് ഇവർ പിണങ്ങിയത്? ആ ടാസ്കിൽ നിന്ന് ഇവർ പിണങ്ങിയത് എന്തിനാണ്? ഞങ്ങളെ കള്ളരാക്കി, ഞങ്ങളെ കള്ളികൾ എന്ന് വിളിച്ചു എന്നാണ് പറയണത്. അതാണ് ആ വിവരമില്ലാത്തവൻ അത് പറഞ്ഞു കൊടുത്തോടനെ ഇവർ വിശ്വസിച്ചത്. ഇവർ കള്ളികൾ അല്ലെങ്കിൽ പിന്നെന്തിനാ മോഷ്ടിക്കുന്നത്? ഇവർ പിച്ചാത്തി എടുത്തോണ്ട് ഓടുന്നു, കട്ടിംഗ് ബോർഡ് എടുത്തോണ്ട് ഓടുന്നു, സാധനം പറക്കിക്കൊണ്ട് ഓടുന്നു. അപ്പോൾ മോഷണമല്ലേ ഈ നടത്തുന്നത്? ഞങ്ങളെ മോഷ്ടാക്കളാക്കി, അതുകൊണ്ട് ഞങ്ങൾ മോഷ്ടിക്കുന്നു. നല്ല ന്യായമല്ലേ? ഇത് ജനങ്ങളിലേക്ക് എത്തേണ്ട രീതിയിലെത്തി അവർ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നു എന്നുള്ളതാണ് വസ്തുത. കൃത്യമായി പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും കുറച്ചധികം ഓവറായിരുന്നു. ഓവർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓവറായിരുന്നു. എന്തോ ഒരു സെക്യൂരിറ്റി നിങ്ങൾക്കുള്ളതുപോലെ നിങ്ങൾ ബിഹേവ് ചെയ്തു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങൾ അവിടുന്ന് പുറത്തേക്ക് വന്നത്. പിന്നെ അവിടെ ഇരുന്ന് തള്ളി മറിക്കുന്നുണ്ട്. എല്ലാവർക്കും വിഷമമായിരുന്നു. എല്ലാവർക്കും ഒന്നുമില്ല, ജാസ്മിന് മാത്രമായിരുന്നു വിഷമം. റസ്മിന് നല്ല വിഷമം ഉണ്ടാകും. കാരണം റസ്മിന് അല്പം തലയണ പോലെയായിരുന്നു നിങ്ങളുടെ മാറിടങ്ങൾ, അതുകൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാകും. അതേപോലെ ജാസ്മിനും ഏകദേശം അതേ ടേമാണ്. അതിൻ്റെ ഡെപ്ത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവർക്കേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആർക്കും ഒരു ഇതുമില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു എവിക്ഷൻ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു ഇത് തന്നെയാണ് ആ കുട്ടി അടിച്ച് കിട്ടിയത്. നിങ്ങൾക്ക് ആ ഒരു റൂമിലേക്ക് പോയില്ലെങ്കിൽ അത് പറക്കി വെക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഞാനല്ല എന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ഷുഗട്ടി പുറത്തുനിന്ന് ആരോ തന്നിട്ടുണ്ടായിരുന്നു. അത് കളഞ്ഞ് കലാസാക്കിയത് നിങ്ങളുടെ കെട്ടിയവൻ തന്നെയാണ്, വേറെ ആരുമല്ല. അരഗൻസിനും അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള സഹതാപമില്ലായ്മയും റെസ്പെക്റ്റ് ഇല്ലായ്മയും താൻ പോരിമയും തൻ്റെ ഇടവും തൻ്റെ ഇടമൊക്കെ നല്ലതാണ്, അതൊക്കെ സൂട്ട് ചെയ്യേണ്ടടുത്ത് സൂട്ട് ചെയ്യണം. അങ്ങനെയുള്ള നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ അടിച്ച് കിട്ടിയിട്ടുള്ളത്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.